നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. പിളരുന്ന രണ്ടില. കേരള കോൺഗ്രസ് എമ്മിൽ പി.ജെ. ജോസഫ് വിഭാഗത്തിന്റെ ഭാവി സംബന്ധിച്ച് നിർണായക ചർച്ച ഇന്ന്. കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് പി.ജെ. ജോസഫുമായും ചർച്ച നടത്തും. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പി.ജെ. ജോസഫ് പറയുന്നത്. ഒട്ടിച്ചു ചേർത്ത രണ്ടില വീണ്ടും പിളരുമോയെന്ന് ഇന്നറിയാം. സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലി കെ.എം. മാണിയുമായി ഇടഞ്ഞു നിൽക്കുന്ന പി.ജെ. ജോസഫുമായി കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇന്ന് രാവിലെ ചർച്ച നടത്തും. ഞാൻ ശ്രീമാൻ പി.ജെ. ജോസഫുമായിട്ട് സംസാരിച്ചിരുന്നു. പ്രശ്നങ്ങളൊക്കെ തന്നെ രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. എനിക്ക് ഓർമ്മയെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ ഘടകകക്ഷി നേതാക്കന്മാരും കേരള കോൺഗ്രസുമായി നിരന്തര സമ്പർക്കത്തിലാണ്. പ്രശ്നങ്ങൾ വളരെ സന്തോഷകരമായ രൂപത്തിൽ പര്യവസാനിപ്പിക്കാൻ സാധിക്കുന്ന പ്രത്യാശയാണ് എനിക്കുള്ളത്. കഴിഞ്ഞ ദിവസം പി.ജെ. ജോസഫുമായി ടെലിഫോണിൽ ചർച്ച നടത്തിയ ഉമ്മൻചാണ്ടിയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും തിടുക്കത്തിൽ പിളർപ്പ് പ്രഖ്യാപിക്കരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതേ തുടർന്നാണ് UDF നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം തുടർ തീരുമാനമെന്ന് ജോസഫ് പ്രഖ്യാപിച്ചത്. പ്രധാനമായും രണ്ടാവശ്യമാണ് ജോസഫ് UDF നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഒന്നുകിൽ സീറ്റ് വേണം, അല്ലെങ്കിൽ പ്രത്യേക പാർട്ടിയായി നിൽക്കാനും UDFൽ ഘടകകക്ഷിയാക്കാനും സമ്മതിക്കണം. ഇടതുമുന്നണിയിൽ ചേക്കേറാനൊരുങ്ങിയ മാണിയെ UDFലേക്ക് മടക്കിക്കൊണ്ടുവന്നത് താനാണെന്നതും ജോസഫ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി. കേരള കോൺഗ്രസ് പാർട്ടി UDFൽ ഉറച്ചു നിൽക്കണം എന്ന ഉറച്ച നിലപാടെടുത്ത നേതാവാണ് ശ്രീ പി.ജെ. ജോസഫ്. അതുകൊണ്ട് തന്നെ പി.ജെ. ജോസഫിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ അത് UDF പ്രവർത്തകർക്കാകമാനവും വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമായി തീർന്നു. പി.ജെ. ജോസഫുമായുള്ള ചർച്ചയ്ക്ക് മുമ്പ് നേതാക്കൾ കെ.എം. മാണിയുമായി ടെലിഫോണിൽ ചർച്ച നടത്തും. ഇന്നത്തെ ചർച്ചയിൽ പി.ജെ. ജോസഫും ശുഭപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ആ വിഷയം ഉന്നയിച്ചിരിക്കുന്ന 18-ാം തീയതി ചർച്ച തുടങ്ങുന്നത്. കോട്ടയം, ഇടുക്കി മണ്ഡലങ്ങളിലെ ജയസാധ്യതയെ ബാധിക്കുന്ന വിഷയമായതിനാൽ എന്തു വില കൊടുത്തും പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. മാണിയും ജോസഫും ഇതിനോട് എത്രത്തോളം യോജിക്കുമെന്ന ചോദ്യം അപ്പോഴും ബാക്കിയാണ്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കേരള കോൺഗ്രസ് മറ്റൊരു പിളർപ്പിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ലോക്സഭയിലേക്ക് സീറ്റ് വേണമെന്ന പി.ജെ. ജോസഫിന്റെ ആവശ്യം പരിഗണിക്കാതെ തള്ളിയ കെ.എം. മാണിയുടെ നിലപാടിനെതിരെ ജോസഫ് വിഭാഗം ശക്തമായ പ്രതിഷേധത്തിലാണ്. പാർട്ടിയെ പിളർത്തുന്ന കടുത്ത നടപടികളിലേക്ക് പോകും മുന്നേ വീണ്ടും ഒരു മധ്യസ്ഥ സമവായ നീക്കത്തിന് കോൺഗ്രസ് ശ്രമിക്കുകയാണ്. UDFന്റെ ഉറച്ച സീറ്റുകളിലൊന്നായ കോട്ടയം നഷ്ടമാകാതിരിക്കാനും ജോസഫിനോടുള്ള കടപ്പാടുമാണ് സമവായ നീക്കത്തിന് കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത്. ഏച്ചുകെട്ടി നിലനിൽക്കുന്ന കേരള കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം മുഴച്ചു നിൽക്കുന്ന അഭിപ്രായ ഭിന്നത പിളർപ്പിൽ അവസാനിക്കുമോ? കോൺഗ്രസ് നടത്തുന്ന സമവായ നീക്കങ്ങൾ എത്രത്തോളം ഫലം കാണുമെന്നതാണ് പ്രധാന ചോദ്യം. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ആരെല്ലാം മത്സരിക്കണമെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുമായി ഇന്ന് ചർച്ച നടക്കും. ഉച്ചയ്ക്ക് കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാളെ തുടക്കം കുറിക്കും. രാഹുൽ ഗാന്ധിയുമായി നടത്തുന്ന ചർച്ചയോടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശ രൂപമാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ മുതിർന്ന നേതാക്കളിൽ ആരെല്ലാം മത്സരിക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനുള്ള മുഖ്യ തടസ്സവും ഇതുതന്നെയാണ്. ഇന്നു രാത്രിയും നാളെ രാവിലെയുമായി രാഹുൽ ഗാന്ധിയുമായി നേതാക്കൾ നടത്തുന്ന ചർച്ചയിൽ ഇതിൽ ധാരണയുണ്ടായേക്കും. അടൂർ പ്രകാശ് അടക്കം വിവിധ സീറ്റുകളിലേക്ക് പരിഗണിക്കുന്ന MLA-മാരുടെ വിഷയത്തിലും തീരുമാനമുണ്ടായേക്കും. സിറ്റിംഗ് MPമാരിൽ KV തോമസിനും ആന്റോ ആന്റണിക്കും പകരം സ്ഥാനാർത്ഥികളെ വേണമെന്ന കേരള നേതാക്കളുടെ നിർദ്ദേശവും രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വെക്കും. 15-ാം തീയതിയോടുകൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപം പുറത്തു വരുമെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ മുന്നോട്ട്. അടുത്ത കഴിഞ്ഞ 3-4 ദിവസം കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പ് സമിതി കൂടാൻ കഴിയാത്ത ഒരാളുള്ളതുകൊണ്ട്, അല്ലാണ്ട് കോൺഗ്രസിൽ എന്തെങ്കിലും തർക്കം കൊണ്ടല്ല. ഇന്ന് ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി 3:30 നാഗർകോവിലിന് തിരിക്കും. വൈകിട്ട് തിരുവനന്തപുരം വഴി കൊച്ചിക്ക് തിരിക്കുന്ന രാഹുൽ ഗാന്ധി തൃശൂർ രാമനിലയത്തിലാണ് രാത്രി തങ്ങുക. നാളെ തൃപ്രയാറിൽ നടക്കുന്ന ഫിഷർമാൻ പാർലമെന്റിൽ പങ്കെടുക്കും.
രക്തസാക്ഷികളായ ഷുഹൈബിന്റെയും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തെ സന്ദർശിക്കും. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ജനമഹാറാലിയോടെയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകുന്നത്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ഇടതുമുന്നണി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ പ്രചാരണാവേശവുമായി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയും കോൺഗ്രസ് ക്യാമ്പിൽ സ്ഥാനാർത്ഥി കുപ്പായം ആർക്കൊക്കെ എന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരു ധാരണയുമായിട്ടില്ല. മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തുണ്ടാകണമോ എന്ന കാര്യത്തിൽ പോലും ധാരണയായില്ല. സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാൻ കഴിയാത്തതിന്റെ മുഖ്യ കാരണവും ഇതുതന്നെ. പല മുതിർന്ന നേതാക്കൾക്കും പകരം സ്ഥാനാർത്ഥികൾ എന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വരാനിരിക്കുന്ന ഒരു കാര്യം. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ തിരിച്ചെത്തിയാൽ ഉടൻ പട്ടിക എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തുണ്ടാകുമോ എന്ന കാര്യമാണ് കോൺഗ്രസ് പട്ടികയിൽ ഉറ്റുനോക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന്. ശബരിമല വിഷയം പ്രചാരണായുധമാക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടും. കമ്മീഷൻ നിർദ്ദേശത്തെ ഇടതു പാർട്ടികൾ സ്വാഗതം ചെയ്യുമ്പോൾ ബിജെപി ശക്തമായി എതിർക്കുകയാണ്. പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെടും. ശബരിമല ഉൾപ്പെടെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നത് ചട്ടലംഘനമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കിയിരുന്നു. ഒരു മതത്തിന്റെ പേര്, ഒരു അമ്പലത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ തമ്മിൽ എന്തെങ്കിലും ഒരു ശത്രുത ഉണ്ടാക്കാനും സ്ഥിതിവിശേഷം കൂടുതൽ വഷളാക്കാനും ശ്രമിക്കുമ്പോൾ അത് തികച്ചും തെറ്റാണ്. അവർക്ക് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെ പറ്റി വിവരം കുറവായതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ദുർവ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത്. ഈ പെരുമാറ്റ ചട്ടത്തിൻ്റെ ഉല്ലംഘനം ഉണ്ടായാൽ വളരെ ശക്തമായിട്ട് നടപടി എടുക്കാൻ ഞാൻ പ്രത്യേകിച്ച് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ നിർദ്ദേശത്തോട് ബിജെപി ഇതിനകം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ മാറ്റണമെന്നും ബിജെപി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിലും ബിജെപി നിലപാട് ആവർത്തിക്കും. കമ്മീഷന്റെ നിർദ്ദേശത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നാകും കോൺഗ്രസിന്റെ ആവശ്യം. സിപിഎമ്മും ഇടതുമുന്നണിയിലെ മറ്റു ഘടകകക്ഷികളും നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യും. ഫ്ലക്സിന്റെ ഉപയോഗം തടയലും പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എതിർപ്പ് അവഗണിച്ച് ശബരിമല പ്രശ്നം പ്രചാരണ വിഷയമാക്കിയാൽ അയോഗ്യത അടക്കമുള്ള നടപടികളാവും സ്ഥാനാർത്ഥികൾ നേരിടേണ്ടി വരിക എന്ന വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിക്കുന്ന പരാതികൾ അനുസരിച്ചായിരിക്കും നടപടികളെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ലിംഗനീതി, സ്ത്രീപ്രവേശനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമല ചർച്ചകൾ പ്രചാരണ രംഗത്ത് തടയാനാവില്ല. എന്നാൽ ക്ഷേത്രം, മതം, ദൈവം തുടങ്ങിയവയിലൂന്നി പ്രചാരണം നടത്തിയാൽ സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാവും. സ്ഥാനാർത്ഥികൾക്കായി നടത്തുന്ന പ്രസംഗങ്ങൾ, മറ്റു പ്രചാരണ പരിപാടികൾ എന്നിവ കമ്മീഷൻ സൂക്ഷ്മമായി നിരീക്ഷിക്കും. പരാതികൾ ഉയർന്നാൽ ഓരോന്നും പരിശോധിച്ചാവും നടപടി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തിന് പൂർണ്ണ നിയമപരിരക്ഷയുണ്ടെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 123 വകുപ്പ് അനുസരിച്ച് മതചിഹ്നങ്ങളെ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും നേട്ടമോ കോട്ടമോ ഉണ്ടാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്ന് പറയാനോ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാനോ മതവികാരങ്ങളെയും മതചിഹ്നങ്ങളെയും ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് 951 നിയമത്തിൽ തന്നെ ഉള്ള വ്യവസ്ഥയാണ്. എന്നാൽ പ്രത്യേക വിഷയത്തിലൂന്നി പ്രചാരണത്തിന് അനുമതി നിഷേധിക്കാനാവില്ലെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. ചട്ടലംഘനമുണ്ടായാൽ നടപടിയെടുക്കാൻ മാത്രമേ കമ്മീഷന് അധികാരമുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തരത്തിൽ ഒരു നിർദ്ദേശം പൊതുജനത്തിന്റെ മുന്നിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലേക്കും സ്ഥാനാർത്ഥികളുടെ മുന്നിലേക്കും വെക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു വസ്തുതയല്ല. ശബരിമല വിഷയം ചർച്ച ചെയ്യുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവർത്തിക്കുമ്പോഴും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് നിയമവിദഗ്ധരുടെ മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് ഏജന്റുമാരോ പ്രവർത്തകരോ ചട്ടലംഘനം നടത്തിയാലും സ്ഥാനാർത്ഥിക്കെതിരെയാവും നടപടിയുണ്ടാവുക. അഴീക്കോട് തെരഞ്ഞെടുപ്പ് കേസിൽ പ്രവർത്തകർ ചെയ്ത പെരുമാറ്റച്ചട്ട ലംഘനത്തിനാണ് KM ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കിയത്. MS അനീഷ് കുമാർ, ന്യൂസ് 18 കൊച്ചി. ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യരുത് എന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഇക്കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ബിജെപി ആകട്ടെ ഇത് പറ്റില്ല എന്ന നിലപാട് തുറന്നു പറഞ്ഞു. കോൺഗ്രസ് പറയാതെ പറഞ്ഞു. രണ്ടുപേരുടെയും നിലപാടുകൾ തത്വത്തിൽ ഒന്നു തന്നെയാണ്. ശശി തരൂരാകട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനൊപ്പം നിന്നു. ഇന്ന് രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ശബരിമല പ്രചാരണത്തിൽ ചർച്ചയാക്കിയാൽ
അയോഗ്യത അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മതത്തെയും ദൈവത്തെയും കൂട്ടുപിടിച്ച് പ്രചാരണം വേണ്ട എന്നാണ് കമ്മീഷൻ പറയുന്നത്. ശബരിമല വിഷയമാകാതെ മുന്നോട്ടു പോകാൻ ആവില്ല എന്ന നിലപാടിലാണ് BJP. കോൺഗ്രസും ഏതാണ്ട് അതേപോലെ തന്നെ. ഇന്നത്തെ സർവകക്ഷി യോഗം ശ്രദ്ധേയമാകുന്നതും അക്കാരണത്താലാണ്. ശബരിമല വിഷയത്തിലെ പ്രചാരണ രാഷ്ട്രീയം പാപ്പരത്വമോ? പ്രേക്ഷകർക്കും രാവിലെ 7:30 വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 047166158881. വിഷയം ഒരിക്കൽ കൂടി, ശബരിമല പ്രചാരണ വിഷയമാകുന്നത് രാഷ്ട്രീയ പാപ്പരത്വമോ? പിറവം, വരിക്കോലി, കട്ടച്ചിറ പള്ളികളിൽ ആരാധനാ സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. 4 ബെഞ്ചുകൾ കേസ് കേൾക്കുന്നതിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേട്ടത്. 1934 സഭാഭരണഘടന അംഗീകരിക്കുന്നതായി യാക്കോബായ സഭ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. സഭയിൽ നിന്ന് വിട്ടുപോയത് എതിർപക്ഷമാണ് എന്നാണ് ഇരുവിഭാഗങ്ങളുടെയും വാദം. കോടതി നിർദ്ദേശപ്രകാരം ഹർജികൾ പുതുക്കി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. 3 പള്ളികളിലും ആരാധന നടത്താൻ പോലീസ് സംരക്ഷണം നൽകണമെന്നും ഹർജികളിൽ ആവശ്യമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യ തെളിവായ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് നടൻ ദിലീപ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുക. മെമ്മറി കാർഡ് കേസ് രേഖയുടെ ഭാഗമാണോ തൊണ്ടി മുതലാണോ എന്ന കാര്യമാണ് കോടതി പ്രധാനമായും പരിശോധിക്കുക. കേസ് രേഖയായി പരിഗണിച്ച് മെമ്മറി കാർഡിന്റെ പകർപ്പ് ലഭിക്കാൻ അർഹതയുണ്ട് എന്നാണ് ദിലീപിന്റെ വാദം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൈമാറിയാൽ നടിക്ക് കോടതിയിൽ സ്വതന്ത്രമായി മൊഴി നൽകാനാവില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. SSLC പരീക്ഷ ഇന്ന് ആരംഭിക്കും. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുക. ഉച്ചയ്ക്ക് 1:45 മുതലാണ് പരീക്ഷ. SSLC പരീക്ഷ തുടങ്ങുമ്പോഴും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കസേര ഒഴിഞ്ഞുകിടക്കുകയാണ്. SSLC, THSLC, AHSLC പരീക്ഷകൾ റെഗുലർ വിഭാഗത്തിൽ 4,35,142 വിദ്യാർത്ഥികളാണ് എഴുതുന്നത്. 2,22,527 ആൺകുട്ടികളും 2,12,615 പെൺകുട്ടികളും. കേരളത്തിൽ 2,923 കേന്ദ്രങ്ങൾ. ലക്ഷദ്വീപിലും ഗൾഫ് മേഖലയിലും 9 വീതം പരീക്ഷാ കേന്ദ്രങ്ങളുമുണ്ട്. ഗൾഫ് മേഖലയിൽ 495 കുട്ടികളും ലക്ഷദ്വീപിൽ 682 പേരും പരീക്ഷ എഴുതും. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്, 27,436 പേർ. എടരിക്കോട് PKMMHS ആണ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മുന്നിലുള്ള സ്കൂൾ, 2,411 പേർ. 28 വരെയാണ് പരീക്ഷ. വേനൽ ചൂട് കണക്കിലെടുത്ത് കുടിവെള്ളമടക്കമുള്ള സൗകര്യങ്ങൾ പരീക്ഷാ ഹാളിൽ ഒരുക്കും. 54 കേന്ദ്രീകൃത ക്യാമ്പസുകളിലായി ഏപ്രിൽ 5 മുതൽ മെയ് 2 വരെ 2 ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം. ആദ്യഘട്ടം ഏപ്രിൽ 5 ആരംഭിച്ച് ഏപ്രിൽ 13 അവസാനിക്കും. രണ്ടാം ഘട്ടം ഏപ്രിൽ 25 ആരംഭിക്കും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇല്ലാതെയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന SSLC പരീക്ഷയുടെ നടത്തിപ്പ്. ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസിൽ നിയമനം നൽകിയ ജീവൻ ബാബുവിന് പകരം പുതിയ DPIയെ നിയമിച്ചിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭ ഇന്ന് പരിഗണിക്കും. അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. അസറിന്റെ ഓഡിയോ റെക്കോർഡിംഗ് തെളിവായി ഇന്ത്യ സമർപ്പിച്ചിട്ടുണ്ട്. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തിൽ നിലപാടറിയിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കൽ R. പോംപെയുമായി വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. സൗദി മന്ത്രി ആദിൽ അൽ ജുബൈറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ, തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ എന്നിവരുമായി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ടെലിഫോണിലും സംസാരിച്ചു. നേരത്തെ ചൈന ഉൾപ്പെടെയുള്ള സുരക്ഷാ സമിതിയിലെ 13 അംഗ രാജ്യങ്ങൾക്ക് മസൂദ് അസറിനെതിരായ തെളിവുകൾ ഇന്ത്യ കൈമാറിയിരുന്നു. ജമ്മുവിലെ ജെയ്ഷെ ഭീകരവാദികളും പാകിസ്ഥാനിലെ ഭീകരവാദികളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളാണ് ഇന്ത്യ കൈമാറിയത്. കശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്നും അതിന് സാധിച്ചാൽ ഇന്ത്യയെ ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ എല്ലാ സഹായവും നൽകുമെന്നും അസദ് പറയുന്ന ഓഡിയോ ആണ് നൽകിയിട്ടുള്ളത്. നിലവിൽ ജെയ്ഷെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ.
യൂറോപ്യൻ യൂണിയൻ വിടുന്നതിന്റെ ഭാഗമായി തെരേസ മേ സർക്കാർ തയ്യാറാക്കിയ ബ്രെക്സിറ്റ് കരാർ ബ്രിട്ടീഷ് പാർലമെന്റ് വീണ്ടും തള്ളി. 242-നെതിരെ 391 വോട്ടുകൾക്കാണ് മേയുടെ നിർദ്ദേശം പാർലമെന്റ് തള്ളിയത്. കഴിഞ്ഞ ജനുവരിയിൽ അവതരിപ്പിച്ച കരാർ പാർലമെന്റ് തള്ളിയതിനെ തുടർന്നാണ് വീണ്ടും അവതരിപ്പിച്ചത്. ഇത് രണ്ടാം തവണയാണ് പാർലമെന്റിൽ കരാർ പരാജയപ്പെടുന്നത്. കരാറില്ലാതെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിൻവാങ്ങുന്ന കാര്യത്തിൽ പാർലമെന്റിൽ വോട്ടിംഗും ഇന്ന് നടക്കും. ഇതിലും സർക്കാർ പരാജയപ്പെടുമെന്നാണ് സൂചന. എത്യോപ്യൻ വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 737 മാക്സെറ്റ് മോഡൽ വിമാനങ്ങളുടെ രൂപഘടനയിൽ മാറ്റം വരുത്താൻ നിർദ്ദേശം. അതോടൊപ്പം പുതിയ സോഫ്റ്റ്വെയർ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യും. US ഫെഡറൽ അഡ്മിനിസ്ട്രേഷനാണ് ബോയിംഗ് വിമാന നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയത്. മാറ്റങ്ങൾ അടുത്ത മാസം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഇന്ത്യ, ബ്രിട്ടൻ, നോർവേ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ഒമാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ മാക്സെറ്റിന്റെ സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എത്യോപ്യൻ വിമാന അപകടത്തെ തുടർന്ന് ബോയിംഗ് 737 മാക്സെറ്റ് വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ നിരോധനം. എത്യോപ്യൻ എയർലൈൻസിന്റെ വിമാനം കഴിഞ്ഞ ദിവസം തകർന്ന് 157 പേർ മരിച്ചിരുന്നു. 2 വർഷത്തിനിടെ 2 ബോയിംഗ് 737 മാക്സെറ്റ് വിമാനങ്ങൾ തകർന്നതോടെയാണ് ഈ വിമാനങ്ങളുടെ സർവീസ് മിക്ക രാജ്യങ്ങളും നിർത്തിവച്ചത്. മതിയായ സുരക്ഷ ഉണ്ടെന്ന് ഉറപ്പാകും വരെ ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ അനുവദിക്കില്ല എന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ സ്പൈസ് ജെറ്റും ജെറ്റ് എയർവേസുമാണ് ബോയിംഗ് 737 മാക്സെറ്റ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ദക്ഷിണ കൊറിയ, ചൈന തുടങ്ങി നിരവധി രാജ്യങ്ങളും ഈ വിമാനങ്ങളുടെ സർവീസ് നിർത്തി. മുംബൈ ബാന്ദ്രയിലെ ജിയോ വേൾഡ് സെന്ററിൽ ധീരുഭായ് അംബാനി സ്ക്വയറിൽ രാജ്യത്തെ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കുമായി പ്രത്യേക മ്യൂസിക്കൽ ഷോകൾ നടന്നു. 100 കണക്കിന് സൈനികരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യൻ സായുധ വിഭാഗങ്ങൾക്കായുള്ള ആദരവായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും പുറമെ പോലീസ് സേനാംഗങ്ങളും പരിപാടിയിലെത്തിയിരുന്നു. ഗണേശ സ്തുതിയോടെയാണ് പ്രത്യേക മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോകൾ തുടങ്ങിയത്. ശബ്ദവും വെളിച്ചവും ജലപ്രവാഹവും ഒത്തുചേർന്ന ഷോ വർണ്ണവിസ്മയം തീർത്തു. പ്രദർശനം കാണാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ മുകേഷ് അംബാനിയും റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനിയും എത്തിയിരുന്നു. ജിയോ വേൾഡ് സെന്ററിന്റെ ഭാഗമായ ധിരുഭായ് അംബാനി സ്ക്വയർ മാർച്ച് 7-നാണ് റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനി രാജ്യത്തിന് സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നിൽ കണ്ട് ചട്ടങ്ങൾ മറികടന്ന് സർക്കാർ നിയമനങ്ങൾ നടത്തിയെന്ന ആരോപണം. കൃഷിവകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറെ ഹോർട്ടികോർപ്പ് മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചത് മന്ത്രിസഭ അനുമതിയില്ലാതെയാണെന്നാണ് ആരോപണം. CPM വനിതാ നേതാവിന്റെ ഭർത്താവിന് സർവീസ് കാലയളവ് നീട്ടിക്കൊടുത്തതും ചട്ടങ്ങൾ മറികടന്നാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സർവീസ് കാലയളവ് നീട്ടിക്കൊടുക്കുന്നതിനും പുനർനിയമനം നൽകുന്നതിനും മന്ത്രിസഭയുടെ അനുമതി നിർബന്ധമാണ്. പക്ഷേ മന്ത്രിസഭായോഗത്തിന്റെ അനുമതിയില്ലാതെയാണ് അടുത്തിടെ 2 നിയമനങ്ങൾ സർക്കാർ നടത്തിയത്. കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന സജീവിനെ ഹോർട്ടികോർപ്പ് മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു. ജൂലൈ മാസം റിട്ടയർ ചെയ്യുന്ന വ്യക്തിക്ക് 1 വർഷം സർവീസ് കാലയളവ് നീട്ടി നൽകിയാണ് നിയമനം. ഇന്നു ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ പരിഗണനയ്ക്കെടുത്താൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുമെന്നത് മുന്നിൽ കണ്ടാണ് വഴിവിട്ട നിയമനത്തിന് സർക്കാർ തുനിഞ്ഞത്. CPM വനിതാ നേതാവിന്റെ ഭർത്താവിന് കഴിഞ്ഞ ദിവസം സീഡിറ്റ് രജിസ്ട്രാർ പദവിയിൽ കാലാവധി നീട്ടി നൽകിയത് സമാന സാഹചര്യത്തിലാണ്. മുൻ MP TN സീമയുടെ ഭർത്താവ് ജയരാജന് സർവീസ് നീട്ടി നൽകിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് സീഡിറ്റിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒന്നിൽ കൂടുതൽ ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന ഒരൊറ്റ മണ്ഡലമാണ് രാജ്യത്തുള്ളത്. കശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിൽ 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. രാജ്യത്ത് ഏറ്റവും സുരക്ഷാ ഭീഷണിയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാമതാണ് അനന്ത്നാഗ്. പുൽവാമയും ഷോപ്പിയാനും പാമ്പോറും കുൽഗാമുമൊക്കെ ഭീകരാക്രമണങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി നേടിയ സ്ഥലങ്ങളാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പും അത്രമേൽ ഭീഷണികളുടെ നടുവിലുമാകും. അതിനാൽ തന്നെ
ഏപ്രിൽ 23-നും 29-നും മെയ് 6-നും 3 ഘട്ടങ്ങളിലായാണ് ഈ സ്ഥലങ്ങൾ ഉൾപ്പെട്ട അനന്ത്നാഗ് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്. 16 നിയമസഭാ മണ്ഡലങ്ങളും 4 ജില്ലകളും ഉൾപ്പെട്ട മണ്ഡലമാണിത്. 350-ലധികം കൊടും ഭീകരർ അനന്ത്നാഗ് മണ്ഡലത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനന്ത്നാഗിൽ ജയിച്ചത് മെഹബൂബ മുഫ്തിയാണ്. ആകെ പോൾ ചെയ്ത 29% വോട്ടിൽ പകുതിയോളം വോട്ട് നേടിയായിരുന്നു മെഹബൂബയുടെ ജയം. 2016-ൽ മുഖ്യമന്ത്രിയാകാൻ മെഹബൂബ MP സ്ഥാനം രാജിവെച്ചു. എന്നാൽ അനന്ത്നാഗിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞില്ല. 2 തവണ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ റദ്ദാക്കുകയായിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റത്തവണ മാത്രമാണ് അനന്ത്നാഗിലെ പോളിംഗ് ശതമാനം 30 കടന്നത്. 1996-ൽ പോളിംഗ് 50%-ലെത്തി. വെറും 5% പേരും വോട്ട് ചെയ്ത ചരിത്രവുമുണ്ട് മണ്ഡലത്തിന്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഞെട്ടൽ മാറും മുമ്പ് നടക്കുന്ന അനന്ത്നാഗിലെ തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളി തന്നെയാകും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ശബരിമല ക്ഷേത്രോത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പ്രത്യേക പൂജകൾ നടക്കും. രാവിലെ 11-ന് ഉത്സവ ബലി ആരംഭിക്കും. ശനിയാഴ്ചയാണ് പ്രശസ്തമായ വിളക്കെഴുന്നള്ളിപ്പ്. ഉത്സവത്തിന്റെ 2ാം ദിനത്തിലും ശബരിമലയിൽ കാര്യമായ തിരക്കില്ല. അവസാന ഉത്സവ ദിവസമായ 21-ാം തീയതിയാണ് പ്രസിദ്ധമായ പമ്പ ആറാട്ട്. ഇടുക്കി കുമളി സ്വദേശികളായ 2 യുവാക്കൾ തമിഴ്നാട്ടിലുണ്ടായ ബൈക്ക് അപകടത്തിൽ മരിച്ചു. കുമളി റോസപ്പൂക്കണ്ടം സ്വദേശി ശരത്, തജുദ്ദീൻ എന്നിവരാണ് മരിച്ചത്. തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിൽ ഇളയരാജ ബംഗ്ലാവിന് സമീപമായിരുന്നു അപകടം. സുഹൃത്തുക്കളും അയൽവാസികളുമായ ഇരുവരും തമിഴ്നാട്ടിൽ നിന്നും ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവർ സഞ്ചരിച്ച ബൈക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചാണ് ദുരന്തമുണ്ടായത്. താജുദ്ദീൻ BCom വിദ്യാർത്ഥിയാണ്.